കൊള്ളി അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ വിരളായിരിക്കും. പ്രത്യേകിച്ചും നാട്ടിൽ താമസിക്കുന്നത്, അതായത് നാട്ടിൽ താമസിക്കുന്നവരെക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ പുറത്തൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൊള്ളിയൊക്കെ നല്ലത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കൊള്ളി നല്ലത് കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ. സാധാരണ കിട്ടണ കൊള്ളി എന്ന് പറയുമ്പോൾ എത്ര വേവിച്ചാലും വേവാത്ത, ഒരു ടേസ്റ്റ് ഇല്ലാത്ത അങ്ങനത്തെ ടൈപ്പാണ്. പൊതുവേ ഇവിടെ ഉള്ളവരൊക്കെ പറയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ചിപ്സിന് വേണ്ടിയിട്ട് ഉള്ള വേറെ സെപ്പറേറ്റ് കൊള്ളി എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലത് കിട്ടിയപ്പോൾ എന്തായാലും കൊള്ളി വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നാര് വരണ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ആ കട്ട് ചെയ്ത് എടുക്കുന്നതിനോടൊപ്പം തന്നെ കേട്ടോ, കൊള്ളി വെച്ച് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കപ്പ ബിരിയാണി, അതുപോലെ തട്ടുകട സ്റ്റൈല് കപ്പ മുട്ട, പിന്നെ പാൽക്കപ്പ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മുറിച്ച് ഞാൻ ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ അനുപേട്ടൻ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് തരുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ. പ്രത്യേകിച്ച് കൊള്ളിയൊക്കെ ആകുമ്പോൾ, കുറച്ച് വണ്ണമുള്ള കൊള്ളിയൊക്കെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ കൈയൊക്കെ പെട്ടെന്ന് മുറിയുമല്ലോ. അപ്പോൾ അത് എല്ലാം ഇതുപോലെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലല്ലാതെ നിങ്ങൾക്ക് സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വേവിക്കാവുന്നതുള്ളൂ. നല്ല കൊള്ളിയൊക്കെയാണെങ്കിൽ പെട്ടെന്നൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തന്നെ വെന്ത് വരും ഉണ്ടാവും. അപ്പോൾ കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ശരിക്കും കൊള്ളി വേവിച്ചെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് സാധാരണ രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഈ ഒരു സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും കൊള്ളി വെന്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പ് ഇതിൽ പിടിച്ച് വരിക കേട്ടോ. ഇനി കുക്കർ അടച്ചിട്ട് ഞാനൊരു 2 വിസിൽ വരണവരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കൊള്ളിയുടെ ഒരു വേവ് എന്ന് പറയുന്നത്, നമ്മൾ പല ടൈപ്പ് കൊള്ളി എടുക്കുമ്പോൾ അതിൻ്റെ വേവിലൊക്കെ ശരിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് വേവണ കൊള്ളി ഉണ്ടാവും, കുറേ സമയം വേവിച്ചെടുക്കേണ്ടതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണെന്ന് ചേച്ചി കേട്ടോ. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യം ചെറിയുള്ളിയാണ്. അപ്പോൾ കുറച്ചധികം ചെറിയുള്ളി, ഒരു 15ഓളം ചെറിയുള്ളിനെ എടുക്കാം. ചെറിയുള്ളി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ കേട്ടോ. സവോള എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ചെറിയുള്ളി ഇല്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സവോള എടുക്കാം. പക്ഷേ ചെറിയുള്ളിയാണ് ആ ഒരു പെർഫെക്റ്റ് നാടൻ ടേസ്റ്റ് നമുക്ക് തരിക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം വെച്ചതിന് ശേഷം. ഞാനൊരു 3 വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുത്തത് കേട്ടോ. അതായത് അതിന് ശേഷം തുറന്നപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ വെന്താൽ മതി. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. നാടൻ ഇതുപോലുള്ള കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും ആ ഒരു ടേസ്റ്റ് കൊടുക്കുക. പിന്നെ കുറച്ചൊരു 4 തണ്ട് കറിവേപ്പിലയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും കേട്ടോ. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. ഈ ഒരു രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളക് തന്നെയാണ്. മുളക് പൊടിയേക്കാളും ഈ ഒരു റെസിപ്പിക്ക് ചതച്ച മുളക് തന്നെയാണ്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തന്നെ ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറി ആ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണ ആ ഒരു രീതിയിലിട്ട് തന്നെ വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു 2 പിടി നാളികേരമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ചേർക്കണ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 കിലോ അളവിലാണ് കൊള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1.5 കപ്പ് നാളികേരം ചെരുകിയതൊക്കെ മതിയാവും ഉണ്ടാവും. ഒരു 15 ഉള്ളി ആ ഒരു അളവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിൽ ഉപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് സമയം നാളികേരം ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിന് ശേഷം മാത്രം ഇതിലേക്ക് കൊള്ളി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്ര ഉടഞ്ഞ് വന്നിട്ടില്ല കൊള്ളി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടച്ചെടുക്കുന്നില്ല, പക്ഷെ കുറച്ച് ഭാഗങ്ങൾ ഉടഞ്ഞ് വരുമ്പോഴാണ് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഉള്ളി, നാളികേരം അതൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് ആയി വന്നോട്ടെ. ഈ ഒരു റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ തൃശ്ശൂരുകാരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ഒരു സംഭവമാണ്, കൊള്ളിപ്പേരി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ, അല്ലെങ്കിൽ നല്ല മീൻ കറിയുടെ കൂടെ, നല്ല മുളക് കറിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ, അല്ലെങ്കിൽ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊള്ളി അല്ലെങ്കിൽ കപ്പ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ആ ഒരു ചെറിയുള്ളിയുടെ ഫ്ലേവറൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Amen.